ഇന്ന് കേരളപ്പിറവി ദിനം. ഐക്യ കേരളം രൂപീകൃതമായിട്ട് 69 വർഷങ്ങളാകുന്നു. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകൃതമായത്. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങളും ചേർന്നാണ് ഐക്യ കേരളം എന്ന സ്വപ്നം പൂവണിഞ്ഞത്. പുരോഗമന കാഴ്ചപ്പാടുകളിലൂടെ കാലാന്തരത്തിൽ നമ്മുടെ മലയാളം ജീവിത നിലവാരത്തിൽ ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ഉയർന്ന സാക്ഷരതാ നിരക്ക്, മികച്ച ആരോഗ്യ മേഖല, സാംസ്കാരിക പാരമ്പര്യം എന്നിവ കേരളത്തെ ലോക ശ്രദ്ധയിൽ എത്തിച്ചു. കഥകളി, മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങളും ഓണം പോലെയുള്ള ദേശീയ ഉത്സവങ്ങളും നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു. ഇന്നിതാ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമെന്ന ഖ്യാതി കൂടി കേരളം നേടിയെടുത്തിരിക്കുന്നു. ന്യൂസ് 8ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് നടക്കും. ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഏക അജണ്ട. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ള ക്ഷേമ പദ്ധതികളും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രസ്താവനയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ശനിയാഴ്ച സമ്മേളനം ചേരുന്നത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സഭയിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പിലേക്ക് കൂടി കേരളം കടക്കുകയാണ്. ഇന്ന് പ്രത്യേക സഭാ സമ്മേളനം ചേരുകയാണ്. അതിൽ പ്രധാന അജണ്ടയായി വരുന്നത് തന്നെ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് സഭയിൽ ഉണ്ടാകുന്ന ഏക അജണ്ട. മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടാകും ഈ സർക്കാരിൻ്റെ കാലത്തെ. പക്ഷേ അവിടെ വലിയ ഒരു പ്രതിഷേധത്തിനാണോ പ്രതിപക്ഷം ഒരുങ്ങുന്നത്? എന്തായിരിക്കാം ഇന്ന് സഭയിലെ പ്രതിപക്ഷത്തിന്റെ ടേക്ക്? ആര്യ, ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നടത്തുന്ന പ്രസ്താവന മാത്രമാണ് ഈ ഏകദിന സമ്മേളനത്തിന്റെ ഏക അജണ്ട. ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു സംസ്ഥാനം. ഓരോ ജില്ലകളായി അതിദാരിദ്ര്യമുക്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കേരളം സംസ്ഥാനം ഒന്നടങ്കം അതിദാരിദ്ര്യമുക്തമായി മാറുന്നു. ലോകത്ത് തന്നെ അത്തരത്തിൽ രണ്ടാമത്തെ ഭൂപ്രദേശമായി സംസ്ഥാനം മാറുന്നു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അത്തരമൊരു അവകാശം ഉന്നയിക്കാൻ കഴിയില്ല. കേരളം ആ ഒരു തലത്തിലേക്കാണ് വീണ്ടും ഉയർത്തപ്പെടുന്നത്. അത് ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കും. മറ്റെന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ്? കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഒരു പിടി പ്രഖ്യാപനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഒരു ബജറ്റിന്റെ ക്ഷേമ വിഭാഗങ്ങളിൽ പ്രഖ്യാപനങ്ങൾ ഉള്ളതുപോലെ ഉള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക, ഒരു മുന്നണി തെരഞ്ഞെടുപ്പ് നേടുമ്പോഴുള്ള പ്രകടന പത്രിക പോലുള്ള പ്രഖ്യാപനങ്ങൾ, അത്തരം പ്രഖ്യാപനങ്ങൾ കൂടി ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ സസ്പെൻസ് പൊളിച്ച മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് പ്രഖ്യാപിച്ചു. ഇനി എന്തൊക്കെ സസ്പെൻസുകൾ മുഖ്യമന്ത്രി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്? സ്വാഭാവികമായും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഉണ്ടാകും. ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച കാര്യവും സർക്കാർ പ്രഖ്യാപിക്കും. നേരത്തെ ഈ സംസ്ഥാന ജീവനക്കാരുടെ DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കം വന്നപ്പോൾ, അല്ലെങ്കിൽ അതിൽ അനിശ്ചിതത്വം വന്നപ്പോൾ മുഖ്യമന്ത്രി സഭയിലാണ് പ്രഖ്യാപിച്ചത്. അതിൽ ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നുള്ളത്. ഏതായാലും ഒരു കുടിശ്ശിക, DAയുടെ ഒരു കുടിശ്ശിക ഇതിനകം പ്രഖ്യാപിച്ചു. ഇന്ന് വിതരണം ചെയ്തു തുടങ്ങുന്ന ശമ്പളത്തിനൊപ്പം അത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടിയന്തരമായി നിയോഗിക്കണമെന്ന ആവശ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമേറ്റത് ഒന്ന് ക്ഷേമ പരിഷ്കരണ അടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതും സർക്കാരിനോടുള്ള കോപവുമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വലിയ തിരിച്ചടി സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് അത് തൊട്ടു പിന്നാലെ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി നിയമസഭ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഏതായാലും സർക്കാർ ജീവനക്കാരുടെ അവരുടെ പെൻഷൻ
കമ്മിറ്റി അടക്കമുള്ളവ അധികം വൈകാതെ പ്രഖ്യാപിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചാലും അതിശയപ്പെടാനില്ല. പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കും. അത് സമയബന്ധിതമായി ശമ്പളം വിതരണം ചെയ്യാനാണ് സർക്കാർ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് വാങ്ങി അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുതിയ ശമ്പളം പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ സഭയിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണ ചട്ടം 300-ൽ മുഖ്യമന്ത്രി ഉൾക്കൊള്ളിക്കാറുള്ളതാണ്. ഈ സർക്കാർ നടപ്പാൻ ആഗ്രഹിക്കുന്ന വൻകിട പദ്ധതികളുണ്ട്. അതിന്റെ പ്രവർത്തന പുരോഗതി ഈ ചട്ടം 300-ൽ ഉൾക്കൊള്ളിച്ചേക്കാം. ഏതായാലും ചട്ടം 300 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് നിയമസഭാ സമ്മേളനം, ഒരു ദിവസത്തെ സമ്മേളനം വിളിച്ചു ചേർത്തത്. അജണ്ട സസ്പെൻസാണ്, പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടില്ല. അതിന്റെ പ്രതിഷേധം പ്രതിപക്ഷത്തുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇന്നലെ തന്നെ AP അനിൽകുമാർ പ്രതിപക്ഷത്തു നിന്നൊരു കത്ത് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ അവധി ദിവസങ്ങളിൽ സഭ ചേരുന്നത് കീഴ്വഴക്കമല്ല, ചട്ടവിരുദ്ധമാണ്, ചട്ടലംഘനമാണ്. അത് മുൻകൂട്ടി പ്രതിപക്ഷത്തെ അറിയിക്കാതെ ചേരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. ഇതിൽ സ്പീക്കർ റൂളിംഗ് നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പ് സഭാ സമ്മേളനം പിരിയുമ്പോൾ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിന് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് സഭാ തലം വേദിയായത്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രധാന പ്രതികളൊക്കെ കസ്റ്റഡിയിലായെങ്കിലും ഇനിയും ചില പ്രതികൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്, ചിലർ കൂടി ജയിലിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്ന് ഇവിടെ അവസാനിപ്പിച്ചു പോയ ആ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിഷേധം ഇന്ന് തുടരുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും രാവിലെ 8 മണിക്ക് UDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ഇവിടെ ചേരുന്നുണ്ട്. അതിലാകും സഭയിൽ ഫ്ലോറിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ പ്രതിപക്ഷം തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാകും അവരുടെ സഭയിലെ നീക്കങ്ങൾ. ഏതായാലും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഇന്ന് ഇതിനുണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അതിന് പകരം അവരുടെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടെന്ന കാര്യമാകും പ്രതിപക്ഷം തീരുമാനിക്കുക. 8 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ഫ്ലോർ പ്ലാൻ അവർ തീരുമാനിക്കും. യെസ്, VV അരുൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അരുൺ തുടരുക. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് പ്രത്യേക സഭാ സമ്മേളനത്തിലെ ഏക അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ഈ നടപടിക്രമങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആലോചന ഇന്ന് 8 മണിക്ക് ചേരുന്ന UDF കക്ഷി യോഗത്തിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.